നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ധനകാര്യമന്ത്രി അലി ഷെരീഫ് അൽ ഇമാദിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ച് ഖത്തർ സർക്കാർ. അറ്റോർണി ജനറലാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഖത്തർ ന്യൂസ് ഏജൻസിയാണ് ഇപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൊതുസ്വത്ത് ദുരുപയോഗം, അധികാര ദുർവിനിയോഗം, മന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച രേഖകൾ, റിപ്പോർട്ടുകളും അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത്. 2013 മുതൽ ധനകാര്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്നത് അൽ ഇമാദിയാണ്. ഖത്തറിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ചുമതലയിലുള്ള മന്ത്രിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. അതേസമയം മന്ത്രിക്കെതിരെ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടത്തിയത് സംബന്ധിച്ച രേഖകളും റിപ്പോർട്ടുകളും അവലോകനം ചെയ്ത ശേഷമാണ് ഈ നടപടിയെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ QNA അറിയിക്കുകയുണ്ടായി. 2013 ജൂണിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി രാജ്യഭരണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇമാദിയെ ധനമന്ത്രിയായി തിരഞ്ഞെടുത്തത്. ഖത്തർ നാഷണൽ ബാങ്കിന്റെ വളർച്ചയ്ക്ക് മേൽനോട്ടം വഹിച്ച അൽ ഇമാദി 2013 മുതലാണ് ധനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു വന്നത്. ധനകാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തർ നാഷണൽ ബാങ്ക് ബോർഡ് ചെയർമാനായും പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഖത്തർ എയർവേസിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗവും ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ബോർഡ് അംഗവും കൂടിയാകുന്നു. കേസിൽ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. അടുത്തിടെ അൽ ഇമാദിയെ ഖത്തർ ഫിനാൻഷ്യൽ സെന്റർ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മിക്ക വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.